ഹായ്, ഞാൻ സ്നേഹ. എക്സൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് സാധാരണ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പെൺകുട്ടികളും ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം പുറത്ത് പറയില്ല. അതായത് ഓപ്പണായിട്ട് നിങ്ങളോട് പറഞ്ഞോളണം എന്നില്ല, ഇങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത്. ചിലർ പറയാറുണ്ട് കേട്ടോ, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. മറ്റു പലരും അങ്ങനെ പറയാറില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒട്ടുമിക്ക പെൺകുട്ടികളും, ഒട്ടുമിക്ക നല്ല എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തന്നെയാണ്. സോ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നല്ല, അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുറകിലൂടെ ചെന്ന് അവരൊന്ന് ഹഗ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലായിട്ടുള്ള പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് എനിക്കറിയില്ല, ചിലർക്കൊന്നും പറ്റണം എന്നില്ല. പക്ഷെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 100% വർക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അവരെ ഒന്ന് പുറകിലൂടെ ഒന്ന് പോയി ഹഗ് ചെയ്യാം. അത് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, പുറകിലൂടെ പെട്ടെന്ന് ഒന്ന് ഹഗ് ചെയ്യുക എന്നുള്ളത്. ഹഗ് ചെയ്തിട്ട് നെക്കിൽ ഇങ്ങനെ കിസ് കൊടുക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവർക്ക് അനുഭവം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ പെൺകുട്ടികളും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പ്രണയിക്കുന്നവരോട് എന്ന് പറയുന്നില്ല, ഒട്ടും എല്ലാവരുടെയും കാര്യം പറയുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും ഇത് ആഗ്രഹമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി പുറകിലൂടെ പോയി ഹഗ് ചെയ്ത് കിസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അല്ലാത്ത ആളുകൾ, അതായത് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും, ഒരുപാട് ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ നിങ്ങളോട് പറയാത്തൊരു കാര്യമായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഡീപ്പ് കോൺവെർസേഷനാണ്. ഇത് ഇപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുന്നതിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ എങ്ങനെയാണെന്ന് അറിയോ, അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പുരുഷന്മാരേക്കാൾ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉള്ളത് പെൺകുട്ടികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ എടുത്തിങ്ങനെ വെക്കും. ഞാൻ ഒരു വിളിക്കുമ്പോൾ വേണം അതൊക്കെ ഒന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥ സൂക്ഷിച്ചെടുത്ത് വെക്കും പറയാനുള്ള ഓരോ കാര്യങ്ങളും. പക്ഷേ ചില സമയങ്ങളിൽ ചിലർക്ക് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിളിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യും. ഞാൻ ചിലപ്പോൾ തിരക്കിലാണെന്ന് കട്ട് ചെയ്യും. അപ്പോൾ ആൾക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അയ്യോ, ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ ഉണ്ടായത്, അങ്ങനെയൊക്കെ ഒരു വിചാരിക്കും. അപ്പോൾ ഒരു ഡീപ്പ് കോൺവെർസേഷൻ വേണമെന്ന് ആഗ്രഹിക്കും. ഡീപ്പ് കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെയിലി നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ വരും. ഇപ്പോൾ ഒരു ദിവസം ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലാണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു, അത് ചെയ്തു ഇത് ചെയ്തു, ഇങ്ങനെയൊന്നല്ല നമ്മൾ ഡെയിലി നടന്ന കാര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. അങ്ങനെ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. അതായത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുക. അങ്ങനെയൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ ഒരു ഡീപ്പ് കോൺവെർസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് രണ്ടുപേരുടെയും പ്ലാനിങ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവും. ചില സമയങ്ങളിൽ അത് നടക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവും, അയ്യോ ഇതിങ്ങനെ നേരെ സംസാരിക്കുന്നതും കൂടി ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷെ അവർ പറയണം എന്നില്ല. അപ്പോൾ ഒരു ഡീപ്പ് കോൺവെർസേഷൻ ഉണ്ടാവണം എന്നുള്ളത്, കുറച്ചൊക്കെ ഭയങ്കര റൊമാൻസ് ആയിട്ടൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നന്നായി തമാശ പറയുക, അതിൻ്റെ കൂടുതൽ പരസ്പരം കളിയാക്കുക. ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അതായത് കുറച്ചൊക്കെ ഇങ്ങനെ ജോക്ക് നമ്മൾ പറയുന്നത് കേട്ടിരിക്കുന്ന ആൾക്ക് ഭയങ്കര രസം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയാറുണ്ടല്ലോ, ചളി പറയാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ചളി അടിക്കുന്നത്, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത്, അതൊക്കെ ഭയങ്കര രസമുള്ളത്. എന്ന് ഇത് പബ്ലിക്കായിട്ടൊന്ന് കളിയാക്കാൻ നിൽക്കരുത്. അതൊരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള, രണ്ടുപേർക്കും ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചുമ്മാ നമ്മളെ തമാശയ്ക്ക് കളിയാക്കില്ലേ, അവരും എൻജോയ് ചെയ്യുമെന്ന് തോന്നുന്ന രീതിയിൽ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ എൻജോയ് ചെയ്യും, അവരിഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ തമാശ പറയുക, കുറച്ചൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ പറയാറുണ്ട് ഭയങ്കര ഷോ ഓഫ് ആണ് ആളെന്നൊക്കെ. പബ്ലിക്കായിട്ട് നിങ്ങളിങ്ങനെ ഷോ ഓഫ് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ പറയും, ഇപ്പോൾ കുറച്ച് പേരൊക്കെ പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് കൈ പിടിച്ചാണെന്നെങ്കിൽ നമ്മൾ പറയാറുണ്ട്, അയ്യ ഇതെന്ത് ഇവരിങ്ങനെ കാണിക്കുന്നത്, ഇവർ ഭയങ്കര ഷോ ഓഫാണ്, ഇവർ ഭയങ്കര കെയറിങ്ങോ കാണിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ചിലപ്പോൾ അവരങ്ങനെയൊക്കെ പറയും, വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ അവരങ്ങനെയല്ല.
സ്വന്തം ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക പെൺകുട്ടികളും. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ആരെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട് പ്രണയിച്ച് ഒക്കെ നടക്കുന്നത് കണ്ടെങ്കിൽ നമ്മൾ പറയും അയ്യോ ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ ലൈഫിൽ വരുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം, എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണെന്നൊക്കെ ആവും ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവുക, മീൻസ് പെൺകുട്ടികൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോ ഓഫ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പബ്ലിക്കായിട്ട് അത് തൻ്റെ ലൈഫിൽ ഉണ്ടാകണം എന്ന് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അവരോട് കള്ളം പറയരുത്. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കണം. ഇത് അവരുടെ മനസ്സിലുണ്ടാവും. ഇത് മിക്കവരും പറയാൻ സാധ്യതയുണ്ട്, എങ്കിലും കുറേ പേര് പറയാറില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത് നിങ്ങളോട് പറയാണ്, പറഞ്ഞ വാക്ക് പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങൾ അവർക്ക് യോജിച്ചൊരു പേഴ്സൺ അല്ലേ, അല്ലെങ്കിൽ അത് പറയുമ്പോൾ നിങ്ങൾക്കത് ഹേർട്ട് ചെയ്യോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഈ ഒരു കാര്യം മിക്കവരും പറയാറില്ല. നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ പറ്റിക്കില്ല എന്നൊക്കെ ചിന്തയുള്ളത് കൊണ്ട് തന്നെ പലരും പറയാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കും എന്നുള്ള വിശ്വാസം ആ ഒരു നിങ്ങൾ പറഞ്ഞ സമയം കഴിയുന്നത് വരെ ആൾക്കുണ്ടാവും. അതായത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ ഇന്ന കാര്യം ചെയ്തിരിക്കും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വൈകുന്നേരം ആവുന്നത് വരെ ആൾ വിചാരിക്കുക നിങ്ങളത് ചെയ്യും എന്നുള്ളതാണ്. ഭയങ്കര വിശ്വാസമായിരിക്കും. എന്നിട്ട് പിന്നെ അത് നടക്കാണ്ടാവുന്ന സമയത്ത് ആ വിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കുക, അതേപോലെ തന്നെ കള്ളം പറയാതിരിക്കുക. ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒട്ടുമിക്ക പെൺകുട്ടികളുടെ മനസ്സിലും ഒരേപോലെ തന്നെയുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും എന്നോട് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറുക. പലപ്പോഴും പലരും പറയാറുണ്ട് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ളതൊക്കെ ശരിയാണ്. ചൂഴ്ന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ കുറേ കാര്യങ്ങളിൽ എല്ലാ പെൺകുട്ടികളും ഒരേപോലെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറിയാൽ മതി. അവർ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും വരികയാണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്